ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തന പുസ്തകം 107 സങ്കീർത്തനത്തിൻ്റെ 28 വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കാം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി. ശാന്തത വന്നുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. യഹോവ ദൈവം അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകളടങ്ങി. ശാന്തത വന്നുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ എത്തിച്ചു. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കൊടുങ്കാറ്റുകൾ എന്നുള്ളതാണ്. കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും. ജീവിതത്തിലിരുന്ന ഈ കൊടുങ്കാറ്റുകളെക്കുറിച്ച് ഓരോന്നും ചിന്തിച്ചു വരികയായിരുന്നു. ഇന്ന് നമുക്ക് വേറൊരു ഭാഗത്ത് നോക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 1 അധ്യായം 19 വാക്യം വായിക്കാം. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീട്ടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു. അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിന്നതായ കൊടുങ്കാറ്റുകളെക്കുറിച്ചാണ് പറയുന്നത്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് വന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ചില കൊടുങ്കാറ്റുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ നമ്മെ മാത്രം ബാധിക്കും, മറ്റേ അടുത്തുള്ള ആരെയും ബാധിക്കുന്നില്ല. നമ്മളെ മാത്രം ചുഴന്ന് വീശി അടിച്ച് വീഴിക്കുന്ന ചുഴലിക്കാറ്റുകൾ വേറെ ആർക്കും അതുപോലെ പ്രയാസം വരുന്നില്ല. നമുക്ക് ഏതാനും പേർക്ക് മാത്രം പ്രയാസം വരുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം പ്രയാസം വരുന്നു, മറ്റാർക്കും അതുമില്ല. മറ്റുള്ളവർക്കെല്ലാം നല്ല സുഖമായിട്ട് കഴിയാൻ പറ്റുന്നു. അവിടെ കുഴപ്പമില്ല, അവിടെ കൊടുങ്കാറ്റില്ല. ചുഴലിക്കാറ്റിൻ്റെ പ്രത്യേകത, ചുഴലിക്കാറ്റ് അത് ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഏതാനും വ്യക്തികളെ അതല്ലെങ്കിൽ ഒരാളെ മാത്രം ചുഴന്ന് വീശി അടിച്ച് നശിപ്പിക്കുന്ന കൊടുങ്കാറ്റ്, അതാണ് ചുഴലിക്കാറ്റ്. ഇയ്യോബ് ഒരു ഭക്തനായിരുന്നു. ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു. ഇയ്യോബ് സത്യസന്ധനായിരുന്നു. ഇയ്യോബ് ദോഷം വിട്ട് അകന്ന് ജീവിക്കുന്നവനായിരുന്നു. നല്ല ക്വാളിഫിക്കേഷൻസ് അല്ലേ? അങ്ങനെ ആരുണ്ടെന്ന് ലോകത്ത്? സത്യസന്ധനായി നേരുള്ളവൻ സത്യസന്ധനായിരുന്നു. ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. ദൈവഭക്തനായിരുന്നു. ഒരു ഭക്തനായ ദൈവദാസൻ. നാം വേദപുസ്തകം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു, ഇയ്യോബിൻ്റെ പുസ്തകമാണ് ആദ്യം എഴുതപ്പെട്ട പുസ്തകം വേദപുസ്തകത്തിൽ. ആദ്യം ഉൽപ്പത്തി പുസ്തകമാണെങ്കിലും ആദ്യം എഴുതിയ ഇയ്യോബിൻ്റെ പുസ്തകമാണ്. എന്തായിരിക്കും ആദ്യം അത് എഴുതിയത്? അത് തന്നെ ചിന്തിക്കേണ്ടതാണ്. ജീവിതത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യൻ എന്നും കൊടുങ്കാറ്റുകളെ അഭിമുഖീകരിക്കേണ്ടി വരും. ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന മനുഷ്യൻ ആരായാലും ശരി, വിദ്യാസമ്പന്നനായാലും ശരി, അക്ഷരാഭ്യാസം ഇല്ലാത്തവനായാലും ശരി, ആരാണെങ്കിലും ഈ ചുഴലിക്കാറ്റുകളിൽ കൊടുങ്കാറ്റുകളെ അഭിമുഖീകരിക്കേണ്ടി വരും. ചെറുതോ വലുതോ ആയ കൊടുങ്കാറ്റുകൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് കൊടുങ്കാറ്റുകൾ. പെട്ടെന്നുള്ളതായ അത്യാഹിതങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡൻറ്റ്സ്, പെട്ടെന്നുണ്ടാകുന്ന അത്യാഹിതങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ചില കലാമിറ്റീസ്, ചില യാതനകൾ, വേദനകൾ, ദുരിതങ്ങൾ, പെട്ടെന്നുള്ള മരണം. ഏറ്റവും പ്രിയപ്പെട്ടവർ പെട്ടെന്ന് കടന്നു പോകുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് കടന്നു പോകുന്നു. പ്രായമാകുന്നതിന് മുമ്പ് തന്നെ കടന്നു പോകുന്നു. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില തോൽവികൾ. വളരെ പ്രതീക്ഷയോടുകൂടി ഒരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ് നഷ്ടത്തിലാകുന്നു. കൊടുങ്കാറ്റ്. ചിലപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയുള്ള എതിർപ്പുകൾ, സ്വന്തം സമൂഹത്തിൽ നിന്ന് തന്നെയുള്ളതായ അറ്റാക്സ്, സമൂഹത്തിൽ നിന്ന് തന്നെയുള്ളതായ ആക്രമണങ്ങൾ, കിംവദന്തികൾ വരുത്തുന്നു, ആക്ഷേപങ്ങൾ വരുന്നു, പരിഹാസങ്ങൾ വരുന്നു. എല്ലാം ഓരോ തരത്തിലുള്ള കൊടുങ്കാറ്റുകളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം ആദ്യത്തെ പുസ്തകമായിട്ട് എഴുതാൻ കാരണം തന്നെ വാസ്തവത്തിൽ വൈ ദീസ് കലാമിറ്റീസ്, എന്തുകൊണ്ടാണ് ഈ സഫറിങ്സ്, ഈ കഷ്ടതകൾ എന്തുകൊണ്ടാണ് എന്ന മനുഷ്യൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. വൈ ഓൾ ദീസ് കലാമിറ്റീസ്, വൈ ഓൾ ദീസ് സഫറിങ്സ്, ഈ കഷ്ടതകൾ എന്തുകൊണ്ട്? മനുഷ്യന് മനസ്സിലാകുന്നില്ല. ഞാൻ വേറൊന്നും ചെയ്തില്ല, ആർക്കും ദ്രോഹം ചെയ്തില്ല, പിന്നെ എനിക്കെന്താ ഈ കഷ്ടതകൾ? ഞാൻ വളരെ മാനമര്യാദയായിട്ട് ജീവിക്കുകയാണല്ലോ, പിന്നെ എനിക്കെന്താ ഇത്ര എതിർപ്പുകൾ? ഞാൻ വളരെ യോഗ്യമായി പ്രവർത്തിക്കുകയാണല്ലോ, പക്ഷേ എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് എതിർപ്പുകൾ വരുന്നു, അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിൽ തന്നെ എതിർപ്പ് വരുന്നു. എനിക്കെന്താ ഇതിന് കാരണം? അത് മനുഷ്യൻ്റെ ആദ്യം മുതലുള്ളതായ ഒരു പ്രശ്നമാണ്, ചോദ്യമാണ്. എന്തുകൊണ്ട് കഷ്ടതകൾ? ദൈവത്തിന് സ്തോത്രം. ഈ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന കഷ്ടതകൾക്ക് കാരണം എന്താണ്? അതിന് കാര്യം എന്താണ്? അത് ദൈവം എന്തുകൊണ്ട് മാറ്റി തരുന്നില്ല? ദൈവത്തിന് അസാധ്യമല്ലല്ലോ, ദൈവത്തിന് സാധിക്കുമല്ലോ, ദൈവം എന്തുകൊണ്ട് മാറ്റി തരുന്നില്ല? ഇങ്ങനെ ചിന്തിച്ച ഒരാളായിരുന്നു സങ്കീർത്തനക്കാരൻ. 73 സങ്കീർത്തനം എടുക്കൂ.
73 സങ്കീർത്തനം എടുക്കുമ്പോൾ നമുക്കവിടെ കാണാം, അങ്ങ് സങ്കീർത്തനക്കാരൻ ഇന്ന് ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവ് എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം ഈ കഷ്ടതകൾ, 73 എനിക്ക് മാത്രം എന്താണ് കഷ്ടതകൾ? ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ എന്നും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഞാൻ വലയുന്നു, എന്നും പ്രശ്നങ്ങൾ, എന്നും ദുരിതങ്ങൾ. എന്നാൽ ചിലർക്കോ അവർക്കൊരു പ്രയാസമില്ല, അവർ സന്തോഷമായിട്ട് കഴിയുന്നു. അതെന്താണ്? സങ്കീർത്തനക്കാരന് അത് മനസ്സിലാക്കാതെ വിഷമിച്ച് ചോദിക്കുകയാണ്, വായിച്ചേ. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. എനിക്കറിയാം ദൈവം നല്ലവനാണെന്ന്, എനിക്കറിയാം, തീർച്ചയായിട്ടും അറിയാം ദൈവം നല്ലവനാണെന്ന് നിശ്ചയം. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എനിക്ക് ഒരു ഉറപ്പ് കിട്ടുന്നില്ല. എൻ്റെ കാല് ഇടറിപ്പോകുന്നു, എൻ്റെ കാലുകൾ ഏകദേശം ഇടറി. എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. വീണു പോകുന്നു, ഞാൻ വീണു പോവുകയാണ്. എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ദുഷ്ടന്മാരായ ആളുകൾക്ക് നല്ല സൗഖ്യം, അവർക്ക് പ്രശ്നങ്ങളില്ല, അവർക്ക് ദുരിതങ്ങളില്ല, അവർക്ക് ആപത്തുകളില്ല, നല്ല സുഖം. അവരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. ദേഹം തടിച്ച് ഉരുണ്ടിരിക്കുന്നു. നല്ല കൊഴുത്ത് മെഴുത്ത ശരീരം. അവർക്കൊന്നിനും കുറവില്ല, ഒരു കുഴപ്പമില്ല. അവർ വസ്തുകാര ദുഷ്ടന്മാരാണ്, അവിശ്വാസികളാണ്, ദൈവവിശ്വാസം ഇല്ലാത്തവരാണ്. പക്ഷേ അവരുടെ സുഖമായിട്ട് കഴിയുന്നു. ഇതെന്താണിത്? പിന്നെ അവർ മർത്യരെ പോലെ കഷ്ടത്തിൽ ആകുന്നില്ല. സാധാരണ മനുഷ്യർക്കുള്ളതുപോലെ അവർ കഷ്ടത വരുന്നില്ല. അവർ ദൈവവിചാരം ഇല്ലാത്തവരാണ്, ദൈവഭക്തി ഇല്ലാത്തവരാണ്. പക്ഷേ അവർ കഷ്ടത വരുന്നില്ല. കർത്താവ് ഇതെന്താണ്? ഈ സംഗീതക്കാരൻ ചോദിക്കുകയാണ്, ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. ആസാഫ് ചോദിക്കുകയാണ്, അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. മറ്റു മനുഷ്യർക്കെല്ലാം ഓരോ ബാധകൾ, എന്ത് കഷ്ടപ്പാട്, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു. അവർക്ക് കഷ്ടമൊന്നുമില്ല. പാവപ്പെട്ട ദൈവവൈതലിന് എന്നും ദുരിതം തന്നെ, കഷ്ടപ്പാട് തന്നെ, പട്ടിണി തന്നെ, ഓരോ പ്രയാസങ്ങൾ തന്നെ. പക്ഷേ ഇവർക്ക്, ഈ ദുഷ്ടന്മാർക്ക്, അവർക്ക് ഒരു വേദനയില്ലാതിരിക്കുന്നുണ്ട്. അവർ മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്ന ബാധകളൊന്നും അവർക്ക് വരാതിരിക്കുന്നു. അവർക്ക് ഡംഭം, അവരുടെ അഹങ്കാരികളായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഒന്നില്ല, ദൈവം ഉണ്ടെങ്കിൽ ഞങ്ങളെന്താ ശിക്ഷിക്കാത്തത് എന്ന് അവർ ദൈവത്തെ പോലെ ചോദ്യം ചെയ്യുന്നവരായി തീരുന്നു. വാക്കാൽ പറഞ്ഞല്ല, അവരുടെ ഉള്ളത്തിൻ്റെ മനോഭാവമാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തായി വന്നതെന്നുള്ള ചിന്തയല്ല. ഈ പാവപ്പെട്ട ദൈവവേദലിന് അവന് എനിക്ക് എന്തെങ്കിലും വന്നതെന്നുള്ള ചിന്ത വരുന്നു. പക്ഷേ അവർക്ക് അഹങ്കാരമാണ്, അഹങ്കാരം നികളം വന്നിരിക്കുകയാണ്. പിന്നെ ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. പാവപ്പെട്ടവനൊക്കെ ബലാത്കാരം ചെയ്യാനൊരു പേടിയൊന്നുമില്ല. പാവപ്പെട്ടവനെ പിടിച്ചു വാങ്ങാൻ പേടിയില്ല. പാവപ്പെട്ടവൻ്റെ വസ്തുക്കളിൽ ആണെങ്കിൽ തട്ടിയെടുക്കാൻ പേടിയില്ല. അവർ ദുഷ്ടന്മാരാണ്. പാവപ്പെട്ടവനെ ഉപദ്രവിക്കാൻ മടിക്കുന്നില്ല. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു പറഞ്ഞാൽ എത്ര അഹങ്കാരത്തോടെയാണ് നോക്കുന്നത്. കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞ് ഒഴുകുന്നു. ഹൃദയത്തിലെ നിരൂപണങ്ങളെല്ലാം ദുഷ്ടമായ നിരൂപണങ്ങളാണ്, ദുഷ്ടമായ മനോരാജ്യങ്ങളാണ്, തെറ്റായ ചിന്താഗതികളാണ്. അതിങ്ങനെ കവിഞ്ഞൊഴുകുകയാണ്. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു. അവർ പരിഹസിക്കുന്നു, ആരെയും പരിഹസിക്കും. കാരണം അവർ പണക്കാരാണ്, അവർ കഴിവുള്ളവരാണ്, അവർക്ക് കേടൊന്നും പറ്റുന്നുമില്ല. അതുകൊണ്ട് പരിഹാസത്തോടെയാണ് സംസാരിക്കുന്നത്. ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അഹങ്കാരത്തോടെ സംസാരിക്കുന്നു. അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു. അവരെങ്ങനെ ആക്രോശിച്ച് ആകാശത്തോളം ഉയർത്തുന്ന വാക്കുകൾ പറയുന്നു. അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. പക്ഷേ അവരുടെ സംസാരമെല്ലാം അങ്ങ് ആകാശം മുട്ടെ പൊങ്ങുന്ന സംസാരമാണ്. ഗർജിക്കുന്നു, അട്ടഹസിക്കുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു. അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതിന് അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ. അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ഒന്നിനും കുറവില്ല, ഒന്നിനും പഞ്ഞമില്ല. അവർക്ക് ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. മാത്രമല്ല അവർ ദൈവം എങ്ങനെ അറിയുന്നു, അത്യുന്നതിന് അറിവുണ്ടോ എന്നവർ പറയുന്നു. ദൈവമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. ദൈവം ഒന്നും അറിയുന്നില്ല. ദൈവം എങ്ങനെ അറിയുന്നു? ഇതൊക്കെ ദൈവം അറിയുന്ന കാര്യമാണോ എന്ന് ദൈവത്തെ പോലും ചോദ്യം ചെയ്യുന്ന സ്വഭാവം. ദൈവം എങ്ങനെ അറിയുന്നു, അത്യുന്നതിന് അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. ഇങ്ങനെയാകും ദുഷ്ടന്മാർ. അവർ നിത്യം സ്വസ്ഥ അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. നിത്യസ്വസ്ഥത, ഒരു അസ്വസ്ഥതയില്ല അവർക്ക്, ഒരു പ്രയാസമില്ല. സംഗീതക്കാരൻ മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടിങ്ങനെ. ദൈവം ഇതെന്താണ്, നീ ഇതെല്ലാം കാണുന്നില്ലേ, എന്തുകൊണ്ടിങ്ങനെ? അവർ നിത്യസ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെയാകും ദുഷ്ടന്മാർ. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ വിശുദ്ധനായപ്പോൾ ജീവിച്ചു. ഞാൻ തെറ്റൊന്നും പറ്റാതെ ഞാൻ സൂക്ഷിച്ചു. ഞാൻ ഒരു കുറ്റമൊന്നും എൻ്റെ ജീവിതത്തിൽ വരാതെ ഞാൻ സൂക്ഷിച്ചു. മനസ്സറിഞ്ഞ തെറ്റ് വരാതെ ഞാൻ ജീവിച്ചു. പക്ഷേ എനിക്കെന്നും ദുരിതം തന്നെ. ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും
എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും വ്യർത്ഥമത്രേ. ഞാൻ കുറ്റമില്ലായ്മയിൽ കഴിയുന്ന വെച്ചാൽ എൻ്റെ കൈകളിൽ അഴുക്കില്ല, അശുദ്ധിയില്ല, യാതൊരു തിന്മയും എൻ്റെ ജീവിതത്തിലില്ല. എനിക്ക് ദൈവം പ്രസാദിക്കാത്ത ഒന്നും എൻ്റെ കയ്യിൽ വരുന്നില്ല. എൻ്റെ കൈകളെ ഞാൻ ശുദ്ധീകരിച്ചു. പക്ഷേ ഇതെന്താണ് എനിക്ക് ഇങ്ങനെ വരുന്നത്? ഞാൻ ഇടവിടാതെ ബാധിതനായിരുന്നു. ഇടവിടാതെ ബാധകൾ ഒന്നു മാറി ബാധകൾ വരുന്നു. ദൈവമേ, എന്നാൽ എത്രയോ പേര് സുഖമായിട്ട് ജീവിക്കുന്നു. അവരൊന്നും ദൈവവിശ്വാസമുള്ളവരല്ല താനും. അവർക്ക് മനസ്സാന്തരവും ഇല്ല, ദൈവവിശ്വാസവും ഇല്ല, ദൈവവിചാരവും ഇല്ല. പക്ഷേ അവർ നിത്യ സ്വസ്ഥ അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടും ഇരുന്നു. ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു. ഇടപെടാതെ ബാധകൾ തന്നെയല്ല, ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു. ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടിരുന്നത്. എന്നും ദണ്ഡനം തന്നെ. ഉഷസ് തോറും ഒരു പ്രഭാതം വിട്ടുവിടരുമ്പോൾ ദണ്ഡനത്തിലേക്കാണ് കിടക്കുന്നത്. ദുരിതം തന്നെ. ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഞാൻ ചിന്തിച്ച് പോയാൽ ഇത് മറ്റു ദൈവമക്കൾക്ക് ദോഷമാവില്ലേ? ദൈവമേ, ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചത് ദോഷമാവില്ലേ? മറ്റുള്ളവർക്ക് സുഖമാണ്, എനിക്ക് മാത്രം ദുരിതമൊക്കെ ചിന്തിച്ചത് അത് മറ്റൊരു ദൈവമക്കൾക്ക് ദോഷമാവില്ലേ? ഞാനിത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചിന്തിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. എനിക്ക് മനസ്സിലാകുന്നില്ല. ദുഷ്ടന്മാർ അവർ സ്വസ്ഥത അനുഭവിക്കുന്നു, നീതിമാന്മാരും നല്ലവരും അവരെന്നും ദുരിതം അനുഭവിക്കുന്നു. ഇതെന്താണ്? ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു അവരുടെ അന്തം എന്താകും എന്ന് ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം. സംഗീതക്കാരന് പിടികിട്ടാതെ പോവുകയാണ്, വിഷമിക്കുകയാണ്. എന്തുകൊണ്ടിങ്ങനെ? ദൈവം എന്തുകൊണ്ടാണ് ഇത് അനുവദിക്കുന്നത്? നീതിമാന്മാരെ ശിക്ഷിക്കപ്പെടുന്നു, അവർ ഉപദ്രവിക്കപ്പെടുന്നു, അവരെന്നും യാതന കേട്ടി വരുന്നു. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ വഴിയായിട്ട് ജീവിക്കുന്ന ഒരു ദൈവപൈതൽ എനിക്ക് എന്നും പ്രയാസമാണല്ലോ. കർത്താവേ, ഇത് എന്താണ്? ദുഷ്ടന്മാരായ ആളുകൾ അവർ സുഖമായി ജീവിക്കുന്നു, അവർ കൊഴുത്ത് മെഴുത്ത് ഉയർന്ന് ജീവിക്കുന്നു, അവർ അഹങ്കാരമുള്ളവരാണ്, അവർ നീളമുള്ളവരാണ്, മറ്റുള്ളവർ ആക്ഷേപിക്കുന്നവരാണ്. കർത്താവ്, ഇതെന്താണ്? ഇത് എന്താണെന്ന് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു അവരുടെ അന്തം എന്താകും എന്ന് ചിന്തിച്ചു. ചിന്തിച്ച് ദൈവാലയത്തിലേക്ക് പോകാം, അവിടെ ഏകാഗിയായിട്ടിരുന്ന് ചിന്തിക്കാൻ ധ്യാനിക്കാമെന്ന് വിചാരിച്ചു. ദൈവാലയത്തിലേക്ക് ചെന്നു. അവരുടെ അന്തം എന്താകും? ഈ ദുഷ്ടന്മാരായ ആളുകളുടെ അന്തം അതെന്താണ് എന്ന് ഞാൻ ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ തൽക്കാലം ഒരു കുറച്ച് തറയിൽ തന്നെ നിൽക്കുന്നു, പക്ഷേ അവർ വഴുവഴുപ്പിലാണ് നിൽക്കുന്നത്. അവർ കുറച്ച് തറയിലല്ല നിൽക്കുന്നത്. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു. നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. നാശം അടുത്ത് കഴിഞ്ഞിരിക്കുന്നു, നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി. ആളെ കാണാനില്ല. ഒരു കഷ്ടിച്ചൊരു തലമുറക്കാലം അങ്ങനെ നിൽക്കും. അടുത്ത തലമുറയായപ്പോഴേക്കും എല്ലാം ദരിദ്രമായി, എല്ലാം യാതനയായി, എന്നാൽ ദുരിതമായി, എല്ലാം പ്രയാസങ്ങളായി, പ്രതിസന്ധികളായി. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി. അവർ മെരിൾച്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. അവർ വരണ്ടുണങ്ങിപ്പോയിരിക്കുന്നു. ശേഷമില്ലാതെ ബാക്കിയില്ലാതെ മുടിഞ്ഞു പോയിരിക്കുന്നു. ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവേ, നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഒന്ന് ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ഇതാ അവരെ കാണാനില്ല. ഇന്ന് നല്ല പ്രതാപശാലികളാണ്, ഇന്നൊരു കേടുമില്ല, സുഖമായിട്ട് കഴിയുകയാണ്. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവർക്ക് വലിയ നാശം വരാൻ പോകുന്നു. ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനും ആയിരുന്നു. പറയുകയാണ്, എൻ്റെ കർത്താവേ, ഞാനൊരു മണ്ടനാണ്, ഞാൻ പൊട്ടനാണ്, എനിക്കൊന്നും അറിയാൻ പാടില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ എനിക്ക് പ്രസാദകരമായിട്ടാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ യാതന അനുഭവിക്കുന്നു, ഞാൻ ദുരിതം അനുഭവിക്കുന്നു. എന്നാൽ എത്രയോ ചീത്ത ആളുകൾ, ദുഷ്ടന്മാരായ ആളുകൾ സന്തോഷമായിട്ട് ഉല്ലസിച്ച് ജീവിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പൊട്ടനാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പൊട്ടനെ ഒന്നും അറിയാത്തവനായിരുന്നു. നിന്റെ മുമ്പിൽ മൃഗം പോലെ ആയിരുന്നു. മൃഗം പോലെ നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ്. എനിക്ക് ഒരു വിശേഷബുദ്ധി ഇല്ലാത്തതുപോലെ നിൽക്കുകയാണ്. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. പിന്നെയാണ് സംഗീതക്കാരൻ്റെ ഒരു ശരിയായ കാഴ്ചയിലേക്ക് വന്നത്. ഇതെല്ലാമായിട്ടും ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കൽ ഇരിക്കുന്നു, ഞാൻ മാറുന്നില്ല. എനിക്കത് മനസ്സിലാകാത്ത പല കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ മാറുന്നില്ല, ഞാൻ നിൻ്റെ അടുക്കൽ തന്നെ ഇരിക്കുന്നു. നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദുഷ്ടന്മാരായ ആളുകളുടെ അവരുടെ അഭിവൃദ്ധിയും മറ്റും കണ്ടിട്ട് ഞാൻ തളരുന്നില്ല. ഞാനെന്നും ക്ഷീണിച്ചു പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഒട്ടും വിഷമിക്കുന്നുമില്ല. നീ എൻ്റെ വലങ്കൈയിൽ പിടിച്ചിട്ടുണ്ടോ എനിക്കറിയാം. നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയം ക്ഷയിച്ചു പോകുന്നു.
ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. ഹൃദയം ക്ഷയിച്ചു പോകുന്നു, എൻ്റെ മാംസം ക്ഷയിച്ചു പോകുന്നു, ശരീരം മെലിഞ്ഞു പോകുന്നു, എൻ്റെ മനസ്സ് ഉണങ്ങിയിരിക്കുന്നു, മനസ്സ് വാടി കരിഞ്ഞിരിക്കുന്നു, എങ്കിലും ഞാൻ നിന്നെ വിട്ടുമാറുന്നില്ല. ഇതാ നിന്നോടകന്നിരിക്കുന്നവർ നശിച്ചു പോകും, നിന്നോടകന്നിരിക്കുന്നവരെല്ലാം നശിക്കുന്നൊരു കാലം വരാൻ പോകുന്നു, നശിച്ചു പോകും. നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും, നിന്നെ വിട്ട് പാപത്തിലേക്ക് പോകുന്നവരെ എല്ലാവരെയും നീ സംഹരിക്കും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഇങ്ങനെ എല്ലാം ആണെങ്കിലും ഞാനൊരു തീരുമാനത്തിൽ തിരിക്കുകയാണ്. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ദൈവമേ, ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാം എൻ്റെ ഉള്ളത്തിൽ വരുന്നുണ്ടെങ്കിൽ, ചിന്തകൾ വരുന്നുണ്ടെങ്കിലും ഞാൻ ഉറച്ചിരിക്കുന്നു. നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്, നിൻ്റെ ആലോചനകൾ നീ എന്നെ നടത്തുന്നുണ്ട്. മാത്രമല്ല, ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ഞാൻ സകല പ്രവൃത്തികളെയും വർണ്ണിക്കും, നിൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കും. ദൈവത്തിന് സ്തോത്രം. 71 സങ്കീർത്തനം എന്തുകൊണ്ട് ദൈവമക്കൾ പീഡിപ്പിക്കപ്പെടുന്നു, എന്തുകൊണ്ട് അനേകം ദുഷ്ടന്മാർ അഭിവൃദ്ധിപ്പെടുന്നു എന്നുള്ള ചോദ്യമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആകത്തുക. പക്ഷേ അതിൻ്റെ അവസാനം വരുമ്പോഴേക്കാണ് പറയുന്നത്, നീ എൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നിൻ്റെ ആലോചനയിൽ നീ എന്നെ നടത്തും, ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലത്. ദൈവത്തിന് സ്തോത്രം. അതൊരു ശരിയായ കാഴ്ചപ്പാടിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ കഷ്ടപ്പാടുകൾ, എന്തുകൊണ്ട് ഈ ദുരിതങ്ങൾ? ഇയ്യോബിൻ്റെ കാര്യത്തിൽ ചിന്തിക്കുമ്പോൾ കാണാം, ഇയ്യോബിന് എല്ലാ നന്മകളുള്ള ആളായിരുന്നു, വളരെ ദൈവഭക്തനായിരുന്നു, ദൈവവിശ്വാസിയായിരുന്നു, നേരുള്ളവനായി സത്യസന്ധനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. എന്തൊരു ആഠ്യത്വമുള്ള സ്വഭാവം, മികച്ച അഭിമാനാർഹമായ സ്വഭാവം. പക്ഷേ ഇയ്യോബിൻ്റെ ജീവിതത്തിലെല്ലാം സംഭവിച്ചു. 7 ആൺമക്കളുണ്ട്, 3 പെൺമക്കളുണ്ട്. ഒരു സമ്പന്നമായ കുടുംബം, ധാരാളം ആടുമാടുകളുണ്ട്, കഴുതകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, മൃഗസമ്പത്ത്, ധാരാളം വേലക്കാരുണ്ട്, ധാരാളം നിലംപരങ്ങളുണ്ട്. വലിയൊരു സമ്പന്നനായ ആദിമകാലത്തെ സമ്പന്മാരിൽ ആളായിരുന്നു ഇയ്യോബ്. പൂർവ്വ ദിഗ്വാസികളിലൊക്കെയും പ്രസിദ്ധനായിരുന്നു. കിഴക്കൻ പ്രദേശത്തുള്ളതിൽ, പൗരസ്ത്യ ദേശത്തുള്ളവരിൽ ഏറ്റവും പ്രസിദ്ധനായിരുന്നു, ഭക്തനായിരുന്നു. 7 ആൺമക്കളിൽ മൂത്തവൻ്റെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു, വിരുന്നാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരുമിച്ച് കൂടും. ഒരു ചെറിയൊരു, ആ വീട്ടിലുള്ളവർ മാത്രമുള്ള ഒരു ചെറിയ ഒരു പ്രാർത്ഥന, അവർ തമ്മിലൊരു ഗെറ്റ് ടുഗദർ, ഒരുമിച്ച് കൂടുന്നു. അങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു ചുഴലിക്കാറ്റ് വീശിയത്. പെട്ടെന്ന് എവിടെ നിന്നൊന്നും ഈ ചുഴലിക്കാറ്റ് ആർക്കറിയാൻ പാടില്ല, എന്താ കാരണം അതും അറിയാൻ പാടില്ല. മറ്റൊരിടത്തും കാറ്റ് വീശുന്നില്ല, അവിടെ മുഴുവൻ തകർത്ത് കളഞ്ഞു, എല്ലാം തകർന്നു. ദൈവത്തിന് സ്തോത്രം. അടിക്കടിയുള്ളതായ ദുരിതങ്ങൾ എന്തുകൊണ്ട് വരുന്നു? ഇയ്യോബ് തളർന്നുപോയി, വാസ്തവത്തിൽ ശരിക്കും തളർന്നുപോയി. ഇയ്യോബ് വലഞ്ഞുപോയി. അന്ന് അത് മാത്രമല്ല സംഭവിച്ചത്, ഈ ചെറുപ്പക്കാരുടെ മക്കളുടെ സ്വത്തെല്ലാം വഹിച്ചുകൊണ്ട് പോയി, അവരുടെ വയലിലുള്ളതായ ധാന്യങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് പോയി, അവരുടെ വേലക്കാരിയെല്ലാം വഹിച്ചുകൊണ്ട് പോയി, അവരുടെ മൃഗസമ്പത്തെല്ലാം കൊണ്ടുപോയി. എങ്ങനെ അടിക്കടി ദുരിതങ്ങളെന്ന് കയറുന്നു. ഇയ്യോബ് വാസ്തവത്തിൽ തളർന്നു പോയി, മനസ്സ് വിഷമിച്ചു പോയി. പക്ഷേ ഇയ്യോബിന് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഇയ്യോബ് ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇയ്യോബ് പറയുകയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുമോ, നമുക്കിതുപോലെ ഒരു അത്യാഹിതം വരുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുമോ? വിശ്വാസിയാണെങ്കിൽ പറയാൻ പറ്റണം. എല്ലാവരും പറയാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ ധൈര്യപ്പെടുന്നില്ല. പക്ഷേ ഒരു വിശ്വാസിയാണെങ്കിൽ ദൈവം തന്നത് ദൈവം എടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് പെട്ടെന്നുള്ള ഈ മരണങ്ങൾ വരുന്നു? ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അമ്മ ഇരുന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് പറയായിരുന്നു, എങ്കിലും കർത്താവേ, എനിക്ക് ഇത്രയും വലിയ ആപത്ത് വരാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു കർത്താവേ എന്ന്. ഇത്രയും വലിയ അപകടം വരാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? 30-ാമത്തെ വയസ്സിൽ വിധവയായി തീർന്ന എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറയാറുണ്ട്, ഇത്രയും വലിയ അത്യാഹിതം വരെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു, എന്ത് പാപം ചെയ്തു? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മിൽ അനേകം പേരുടെ ഒരു പ്രശ്നമാണ് വൈ ദീസ് സഫറിങ്സ്, ഈ കഷ്ടപ്പാടുകൾ എന്തുകൊണ്ട്? ഒരിടത്ത് മാത്രമേ ഈ കഷ്ടത്തിൽ വരുന്നു. എന്താണത്? നഷ്ടങ്ങൾ, വലിയ നഷ്ടങ്ങൾ വരുന്നു. ചിന്തിച്ചാൽ നികത്താൻ വയ്യാത്ത നഷ്ടങ്ങൾ വരുന്നു. വലിയ കടം വന്നു കൂടുന്നു. എന്തുകൊണ്ട്? കാരണങ്ങൾ, ലോകപരമായിട്ട് പല കാരണങ്ങൾ പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് ഈ കഷ്ടത്തിൽ വരുന്നു? എന്തുകൊണ്ട് നഷ്ടം വരുന്നു? എന്തുകൊണ്ട് കഷ്ടം വരുന്നു? എന്തുകൊണ്ടാണ് ഈ വലിയ കെടുതി വന്നത്? ഈ വലിയ അത്യാഹിതം വന്നത് എന്തുകൊണ്ട്? ഈ അത്യാപത്ത് വന്നത് എന്തുകൊണ്ട്? പെട്ടെന്നാണ് മാരകമായ രോഗം വരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്ന കുടുംബം
ഇത് ഒരാൾക്ക് പെട്ടെന്ന് മാരകമായ രോഗം വന്നിരുന്നു. പെട്ടെന്ന് അറിയുന്നത് ആശയ്ക്ക് വകയില്ല എന്ന്. തകർന്നു പോകും. സ്വാഭാവികമാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇയ്യോബ് അവിടെയെല്ലാം ഉറച്ചു നിന്നു. അതിന് കാരണമുണ്ട്. ഇയ്യോബിന് ചുറ്റും കർത്താവ് ഒരു വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇയ്യോബിന് ചുറ്റും ഒരു വേലി. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ പറയണം, കർത്താവേ എനിക്ക് ചുറ്റും നിൻ്റെ തിരുരക്തത്താൽ ഒരു വേലി കെട്ടി തരണമേ എന്ന്. യേശുവേ, നിൻ്റെ തിരുരക്തത്താൽ എനിക്ക് ചുറ്റും ഒരു വേലി കെട്ടി തരണമേ. നിൻ്റെ സ്വർഗീയ അഗ്നിയാൽ എനിക്ക് ചുറ്റും ഒരു മതിൽ പണിത് തരണമേ എന്ന്. തീമതിൽ പണിത് തരണമേ. തീമതിൽ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിലുള്ളതായ ഒരു വേലിക്കെട്ട്. ആ സംരക്ഷണത്തിലായിരിക്കണം നമുക്ക് ജീവിക്കേണ്ടത്. 91 സങ്കീർത്തനം വായിക്കൂ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും അത്യുന്നതന്റെ മറവിൽ വസിക്കണം. സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ നിഴലിൻ കീഴിൽ പാർക്കണം. യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും ദൈവം എൻ്റെ സങ്കേതമാണ്, കോട്ടയും ദൈവം എൻ്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും അവൻ എൻ്റെ കോട്ടയാണ്. ഒരു ദുഷ്ടശക്തിയും എടുക്കാതെ കൊണ്ട് എന്നെ കോട്ട കെട്ടി കാക്കുകയാണ്. ഈ ഒരു ഉറപ്പ് നിങ്ങൾക്ക് വേണം. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ വിശ്വാസത്തോടെ പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ ഈ സംരക്ഷണം ഇല്ലെങ്കിൽ നാം എല്ലാം തകർന്നു പോകും. നാം പാപം ചെയ്യുമ്പോഴും ആ സംരക്ഷണം നമ്മളിൽ നിന്ന് മാറാതെ നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നോക്കാതിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴും ആ സംരക്ഷണം നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. സംരക്ഷണം ഭദ്രമായൊരു കോട്ടയാണ് നമുക്ക് ചുറ്റും കെട്ടിയിരിക്കുന്നത്. അത്യുന്നതൻ്റെ മറവിലാണ് വസിക്കുന്നത്. സർവശക്തൻ്റെ നിഴലിൻ കീഴിലാണ് പാർക്കുന്നത്. അവൻ്റെ സങ്കേതമാണ്, അവൻ്റെ കോട്ടയാണ്. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ഇയ്യോബിന് അടിക്കടി ദുരിതം വന്നപ്പോഴും ഈ ഒരു ഉറപ്പുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇയ്യോബിന് ചുറ്റുമുണ്ടായിരുന്ന വേലി പൊളിഞ്ഞുപോയി. അതുകൊണ്ടായി കുഴപ്പം പറ്റിയത്. വേലി പൊളിയാൻ കാരണമോ ദുഷ്ടനായ സാത്താൻ ഇടപെട്ടു. ദുഷ്ടനായ പൈശാചികൻ ഇടപെട്ടു. അവൻ ദൈവത്തെ ചോദ്യം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ചോദ്യം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ദുഷ്ടശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കണം. ദുരിതം വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ഭീകരനുണ്ടെന്ന് മനസ്സിലാക്കണം. ഭയങ്കരനായ ദുഷ്ടപിശാച്, ഒന്നല്ല അനേകം പിശാചുക്കൾ. ദൈവത്തിന് സ്തോത്രം. അനേകം ദുരാത്മാക്കൾ നമുക്ക് ചുറ്റും അങ്ങ് നമ്മോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മെ നശിപ്പിക്കാൻ വേണ്ടി. നമ്മുടെ ആത്മീയ ശക്തി ചോർത്തിക്കളയാൻ വേണ്ടി ദുഷ്ടനായ പിശാച് നമ്മെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ തരത്തിൽ. ഒരു കാര്യം മാത്രം ഓർക്കണം, കർത്താവേ ഒരു തെറ്റും കൂടാതെ ഞാൻ നിൽക്കും, പൈശാചിന് അവകാശം പറയുന്ന ഒന്നുമില്ലാതെ ഞാൻ നിൽക്കും, ശത്രു എന്നെ നശിപ്പിക്കാൻ വരുമ്പോൾ അവന് പിടികൊടുക്കാതെ ഞാൻ നിൽക്കും എന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ ആണ്ടുനോമ്പ് നോക്കി വീട്ടിലും ദുരിതം മാറാൻ. കുന്നക്കുടി പള്ളിയിലും കോലഞ്ചേരി പള്ളിയിലും അമ്മയുടെ ഇടവകപ്പള്ളിയായിരുന്ന മഴുവിന് പള്ളിയിലും എല്ലാം ശനിയാഴ്ച കുർബാന നേർന്നു, ആൾരൂപം നേർന്നു, വെള്ളി കൊണ്ടുള്ള ആൾരൂപം. പിന്നെ പാമ്പും മുറ്റും നേർന്നു. പാമ്പും മുറ്റും അത് എന്താ, പാമ്പ് ചെമ്പാണെന്ന് തോന്നുന്നു, പാമ്പ് പുറ്റ് വെള്ളിയാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയാൻ വയ്യായിരുന്നതൊന്നും. അതൊക്കെ ചെയ്താൽ ദൈവം പ്രസാദിക്കുമെന്ന് ഞാനും ധരിച്ചു വെച്ചിരുന്നത്. ഇങ്ങനെയൊക്കെ എന്നും വഴിപാടുകൾ, പള്ളി പെരുന്നാളേറ്റ് കഴിക്കാൻ നേർന്നു, എന്തെല്ലാം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം കൊണ്ട് ചെയ്തത് പള്ളിയിലെ പെരുന്നാൾ ഏറ്റുകഴിച്ചതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയെല്ലാം കഷ്ടത മാറാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, അതുകൊണ്ടൊന്നും കഷ്ടത മാറിയില്ല. ഇതുകൊണ്ടൊന്നും കഷ്ടത മാറുകയുമില്ല. കഷ്ടത മാറണമെങ്കിൽ പിശാച് അവകാശം പറയുന്ന എല്ലാറ്റിനോട് യാത്ര പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കണം. യേശു ക്രിസ്തു ഈ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണം. ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ ഞാൻ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാഥ നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യണമേ, എൻ്റെ ഹൃദയത്തിൽ നീ വസിക്കണമേ, എൻ്റെ ഹൃദയത്തെ നീ നിൻ്റേതാക്കി മാറ്റണമേ, നിൻ്റെ ഇരിപ്പിടമാക്കി തീർക്കണമേ, നിൻ്റെ സിംഹാസനം എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അതാണ് ഞാൻ പറയാറുള്ളത്, ആവർത്തിച്ച് പറയുകയാണ്. 17-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതം ഞാൻ യേശുവിനെ കൈമാറി. സ്തോത്രം. ഞാൻ മാനസാന്തരപ്പെട്ടു. സ്തോത്രം. അതിനുശേഷം ദൈവത്തിന് സ്തോത്രം, യേശുവും ഞാനും കൂടിയുള്ളൊരു യാത്രയായിരുന്നു. സ്തോത്രം. യേശു എൻ്റെ ചുമടുകളെല്ലാം യേശു ഏറ്റെടുത്തു. എൻ്റെ ബേർഡൻസ്, ഹെവി ബേർഡൻസ് എല്ലാം യേശു ഏറ്റെടുത്തു. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം യേശു നോക്കി, എൻ്റെ ആവശ്യങ്ങളെല്ലാം യേശു നോക്കി. ഞാൻ അറിഞ്ഞില്ല ഒരു അദൃശ്യശക്തി എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഞാൻ അറിഞ്ഞില്ല യേശു ക്രിസ്തു എൻ്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്.
പ്രാർത്ഥനയൊക്കെ ഉണ്ട്, നമസ്കാരമുണ്ട്, ശരിയാണ്. പക്ഷേ യേശുവിനായിട്ട് ജീവിതം തുറന്നു കൊടുക്കുന്നത് ശരിയാണ്. പക്ഷേ എല്ലാം ഓരോന്നും വിശദാംശമായി യേശു നടത്തുന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. യേശു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. സ്തോത്രം. ഇന്നും എന്നെ നിർത്തുന്നത് ഈ യേശുവിൻ്റെ സാന്നിധ്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഞാനിന്ന് സമാധാനം അനുഭവിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, രാത്രിയിൽ സാന്നിധ്യം, പകൽ സാന്നിധ്യം, പ്രഭാതത്തിൽ സാന്നിധ്യം, സന്ധ്യയാകുമ്പോൾ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം. ദ വെരി പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ഞാൻ പറയാറില്ലേ, യേശുവിൻ്റെ സാന്നിധ്യം. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും, ദുഷ്ടപിശാച് കണികൾ വെച്ചാലും ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് കിട്ടും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ തന്നെ തുറന്നു കൊടുത്താൽ മതി. കർത്താവേ, എനിക്ക് സമ്മതമാണ്. അതാ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ എനിക്ക് സമ്മതമാണ്. നീ എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരാൻ എനിക്ക് സമ്മതമാണ്. കർത്താവേ, ഞാൻ നിന്നെ എളിമയോടെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവേ, ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണം. കർത്താവേ, കഷ്ടം നിറഞ്ഞ ഈ ജീവിതത്തിൽ, എന്നും ഞെരുക്കവും ദുരിതമുള്ള ഈ ജീവിതത്തിൽ, എന്നും യാതനയും വേദനയുള്ള ഈ ജീവിതത്തിൽ, എൻ്റെ നാഥ, നീ വന്നില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? എനിക്ക് വേറെ ആരുമില്ലല്ലോ. എനിക്ക് വിളിച്ചപേക്ഷിക്കാൻ ആരുമില്ലല്ലോ. എനിക്ക് അപേക്ഷിക്കാൻ ആരുമില്ലല്ലോ. കർത്താവേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം പറയാൻ ആരുമില്ലല്ലോ. എനിക്ക് വേണ്ടി ഒത്താശ പറയാൻ ആരുമില്ലല്ലോ. ഞാൻ ആരുമില്ലാത്തവനല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരുമില്ലാത്തവനുള്ളൂ. കർത്താവേ, എനിക്ക് ആരുമില്ല. യേശുവേ, നീ ഒന്ന് വന്ന് എൻ്റെ കാര്യം ഏറ്റെടുത്താൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നിങ്ങൾ എല്ലാ വഴിയും അടഞ്ഞ്, എല്ലാ വാതിലും അടഞ്ഞ് നിങ്ങൾ വിഷമിച്ച് കർത്താവിനെ വിളിക്കുമ്പോഴുണ്ട് അവൻ വാതിൽ തള്ളി തുറന്ന് അവനകത്തേക്ക് വരും. ദൈവത്തിന് സ്തോത്രം. വാതിൽ അടഞ്ഞിരിക്കുന്ന വാതിൽ തള്ളി തുറന്ന് ഹൃദയത്തിലേക്ക് വരും. എന്നിട്ട് അവനെ അവിടെ സിംഹാസനസ്ഥനായി വാഴും. അവനവിടെ സിംഹാസനമിട്ട് ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഓരോ ചലനവും അവൻ്റെ വകയായിരിക്കും. നിൻ്റെ ജീവിതം അവനാണ് നയിക്കുന്നത്. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും അവൻ നോക്കി എല്ലാം നടത്തി മനോഹരമാക്കി തരും. സ്തോത്രം. എല്ലാ രംഗത്തും നിനക്ക് അഭിവൃദ്ധി തരും, ആശ്വാസം തരും, സമാധാനം തരും. നിനക്ക് കർത്താവിൻ്റെ വലം കരഞ്ഞിന് പിടിച്ചിരിക്കുന്നതായി ഉറപ്പ് കിട്ടും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവയോടൊന്ന് ആശ്വസിപ്പിക്കണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, മനസ്സ് നൊന്തിരിക്കുന്നവർ, മനസ്സ് വിങ്ങിയിരിക്കുന്നവർ, ഹൃദയം വേദനിച്ച് പൊളഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ഇന്ന് കർത്താവേ ഇപ്പോൾ ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശ്വാസം നൽകണമേ. എല്ലാവരും എൻ്റെ യേശുവിൻ്റെ സ്നേഹം കാണുവാൻ കണ്ണ് തുറന്ന് കിട്ടിയ അനുഭവത്തിൽ ഇന്ന് കർത്താവേ നിൻ്റെ സന്നിധിയിൽ വന്ന് വീഴുവാനുള്ളതായ കൃപ നൽകി അനുഗ്രഹിച്ചതിനായി നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി ഒരുക്കണമേ. യേശുനാഥൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.